2004 ബഹുമാനപ്പെട്ട ഉസ്താദിന് ജോർദാൻ ഗവൺമെൻറ് മതമൈത്രിയുടെ ഒരു വലിയ കരാറ് ഇന്ത്യൻ പ്രതിനിധിയായി ബഹുമാനപ്പെട്ട ഉസ്താദ് ഒപ്പുവെച്ചത് 2004. 2007 2001 അമേരിക്കയുടെ ഇരട്ട ബിൽഡിംഗ് തകർന്നപ്പോൾ ലോകത്ത് ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ജൂതന്മാരുമൊക്കെ 3 രീതിയിലായി. അവരൊരിക്കലും പരസ്പരം അടുക്കാൻ പറ്റാത്ത വിധത്തിലായിപ്പോയി. അപ്പോൾ യുണൈറ്റഡ് നേഷൻസിൻ്റെ നേതൃത്വത്തിൽ കോമൺ വേഡ് എന്ന് പറയുന്ന 187 ലോകത്തിലെ ക്രിസ്ത്യാനികളും ജൂതന്മാരും മുസ്ലിങ്ങളും അടങ്ങുന്ന ലോകത്തിലെ ഏറ്റവും പ്രഗത്ഭരായ പണ്ഡിതന്മാർ ഒപ്പുവെച്ചൊരു സമാധാന കരാറുണ്ടാക്കി. അതിൽ ഇന്ത്യയിൽ നിന്ന് ഒപ്പുവെച്ചത് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദാണ്. 2007 ഉസ്താദ് ജോർദാൻ ഗവൺമെൻറ്റിൻ്റെ തന്നെ കീഴിൽ റോയൽ അക്കാഡമിയും മറ്റു വലിയ യൂണിവേഴ്സിറ്റിയും ചേർന്നിറക്കിയ ലോകത്തിലെ 500 പ്രശസ്തരായ ലോകത്തെ സ്വാധീനിച്ച ഇൻഫ്ലുവൻഷ്യൽ മുസ്ലിംകളുടെ ലിസ്റ്റ് എടുത്ത് അതിലേറ്റവും പ്രഗത്ഭരായ ഒരാളായി ഇന്ത്യയിൽ നിന്ന് ബഹുമാനപ്പെട്ട ഉസ്താദ് ആ പുസ്തകത്തിൻ്റെ തുടക്കകാലം മുതലേ ഉണ്ട്. ഒടുക്കമാകുമ്പോഴേക്ക് കേരളത്തിൽ നിന്ന് 2 or 3 പേര് വേറെയും ബഹുമാനപ്പെട്ട ഖലീൽ ബുഖാരിയെ പോലുള്ളവരും അതിലുണ്ട്. പക്ഷെ അതിൻ്റെ തുടക്കം മുതൽ ബഹുമാനപ്പെട്ട ഉസ്താദുണ്ട്. ഒരുപാട് അവാർഡുകൾ ഉസ്താദിന് കിട്ടിയിട്ടുണ്ട്. ഉസ്താദിൻ്റെ റൂമും അതുപോലെ അതൊക്കെ നമുക്കറിയാം. പക്ഷേ ഇൻ്റർനാഷണലി റിക്കഗ്നൈസ്ഡ് ആയ അവാർഡുകളെ പറ്റി ഒരു ചെറിയ ചുരുക്കം. 1992 ഇസ്ലാമിക അക്കാഡമി അവാർഡ് UAE-യിൽ നിന്ന് ബഹുമാനപ്പെട്ട ഉസ്താദിന് 92 ലഭിച്ചു. 2005 ഹാമിൽ അൽ ഗൈത്ത് അന്താരാഷ്ട്ര ഖുർആൻ അവാർഡ് ഉസ്താദിന് ലഭിക്കുകയുണ്ടായി. ബെസ്റ്റ് ഇൻഡോ അറബ് പേഴ്സണാലിറ്റി അവാർഡ് 2006 ഇന്ത്യ അറബ് ബന്ധം ശക്തമാക്കിയതിന് ബഹുമാനപ്പെട്ട ഉസ്താദിന് ലഭിച്ചു. ഇസ്ലാമിക് ഹെറിറ്റേജ് അവാർഡ് സൗദി അറേബ്യയിൽ നിന്ന് 2008 ഉസ്താദിന് ലഭിച്ചു. ജ്വൽസ് ഓഫ് മുസ്ലിം വേൾഡ് അവാർഡ് എന്ന പേരിൽ മലേഷ്യയിൽ നിന്ന് ബഹുമാനപ്പെട്ട ഉസ്താദിന് 2016 ഒരു അവാർഡ് ലഭിച്ചു. 2023 നാം ഏറ്റവും അഭിമാനത്തോടുകൂടെ സ്വന്തം ഫ്ലൈറ്റ് കൊടുത്തയച്ചു. മലേഷ്യയുടെ പ്രധാനമന്ത്രി അതിനു വേണ്ടുന്ന ആളുകളെ പറഞ്ഞയച്ചുകൊണ്ട് ഉസ്താദിനെ കൊണ്ടുപോയി വളരെ മഹത്തരമായ ആദരവോടുകൂടെ ഉസ്താദിന് 2023 മലേഷ്യയുടെ ഹിജ്റ അവാർഡ് ഉസ്താദിന് സമ്മാനിച്ചു. ഒരുപാട് പ്രശ്നങ്ങളിൽ ഉസ്താദ് ഇടപെട്ടിട്ടുണ്ട്, വലിയ വലിയ സംഭവങ്ങളിൽ. അതിലേറ്റവും പുതിയത് നിമിഷപ്രിയയുടെ കാര്യമാണ്. നമുക്കൊക്കെ അറിയാം, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഏറ്റവും പ്രഗത്ഭമായതും രാജ്യത്തെ എല്ലാവിധ ജനങ്ങളും ഒരുപോലെ ഉസ്താദിൻ്റെ കൂടെ നിൽക്കുകയും ചെയ്ത മഹത്തായ ആ ഒരു സംഭവം ഉസ്താദിൻ്റെ ഇത്രയും വലിയ അസുഖങ്ങൾക്ക് ശേഷമുള്ള ജീവിതത്തിൻ്റെ ഭാഗമായി ലഭിച്ചു എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. രണ്ടാമത്തത് 2011 നമുക്കെല്ലാം ആശങ്കയോടുകൂടി, പ്രത്യേകിച്ച് കേരളത്തിലെ ജനങ്ങൾക്ക് മുഴുവൻ ആശങ്ക നിറഞ്ഞൊരു പ്രശ്നമായിരുന്നു നിക്താക്കത്ത് എന്ന് പറയുന്നൊരു പ്രശ്നം. അത് വന്നപ്പോൾ അന്നത്തെ മക്ക ഗവർണറുമായി കൂടിയാലോചിച്ചു. ആ നിയമങ്ങളിൽ വളരെ വലിയ വിട്ടുവീഴ്ച നടത്താൻ ഉസ്താദിൻ്റെ ഇടപെടൽ കാരണമായി 2011. 2025 നിമിഷപ്രിയ ഇടപെടലിന് ശേഷം ഉസ്താദിൻ്റെ ഈ ലോകത്ത് അല്ലെങ്കിൽ ഇന്ത്യ രാജ്യത്തും പുറത്തുമുള്ള സ്വാധീനത്തെ നമുക്കറിയാൻ കഴിയും. 2011 നിത്താക്കത്ത് നിയമം വന്നപ്പോൾ ഒരുപാട് ആളുകൾക്ക് പ്രയാസം വന്നപ്പോൾ അന്നത്തെ മക്ക ഗവർണറുമായി നടത്തിയ ചർച്ചയിൽ ആ നിയമത്തിൽ നമ്മുടെ പ്രദേശത്തുള്ള മുഴുവൻ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ റീ എൻട്രിക്ക് അനുമതി നൽകിക്കൊണ്ട് ഉസ്താദിൻ്റെ ഇടപെടലുണ്ടായി. 2018 മർക്കസ് മുഖേന ഈ രാജ്യത്ത് വലിയ വെള്ളപ്പൊക്കമുണ്ടായപ്പോൾ അതിന് ഗവൺമെൻറ്റിനൊപ്പം നടന്ന് ഉസ്താദ് അതിൽ ഇടപെട്ടു. കോവിഡ് എന്ന മഹാമാരി 2020 വന്നപ്പോൾ ഗവൺമെൻറ്റിനോടൊപ്പം ഉസ്താദ് വേണ്ടുന്ന സംവിധാനങ്ങൾ ചെയ്തു. 2014 ആത്മീയ രംഗത്ത് കഅബ കഴുകുന്ന വലിയ ചടങ്ങിൽ ഗവർണറോടുകൂടെ ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധിയോടുകൂടെ കഅബ കഴുകുന്ന മഹത്തായ ചടങ്ങിൽ ബഹുമാനപ്പെട്ട ഉസ്താദ് പങ്കെടുത്തു. ലോക നേതാക്കളിൽ ഒട്ടുമിക്ക രാജ്യത്തെ പ്രധാനമന്ത്രിമാരുമായും രാജാക്കന്മാരുമായും ഉസ്താദ് കൂടിക്കാഴ്ച നടത്തി. ലോകത്തിലെല്ലാവരും അംഗീകരിക്കുന്ന ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ എല്ലാവരും അംഗീകരിക്കുന്ന പോപ്പ് ഫ്രാൻസിസുമായി 2019 ദുബായിൽ വെച്ച് ഉസ്താദ് കൂടിക്കാഴ്ച നടത്തി. മലേഷ്യൻ രാജാവുമായി കൂടിക്കാഴ്ച നടത്തി. ഇങ്ങനെ ഒട്ടനവധി സംഭവങ്ങളിലൂടെ പ്രഗത്ഭനായ ഒരാൾക്കാണ് മലിക്കുൽ മുളഫർ അവാർഡ് ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഒരു മലിക്കുൽ മുളഫർ ഫൗണ്ടേഷൻ നൽകുന്നത്.